സച്ചിദാനന്ദ കവിതയിലെ ക്രിസ്തു മുദ്രകളെ അടയാളം വെച്ചുകൊണ്ട് പറയും. അതുപോലെ പ്രബന്ധം 8 അവതരിപ്പിക്കുന്നത് കാവിശികയുടെ നെടുന്തൂണായ പ്രിയപ്പെട്ട റജില ഷെറിനാണ്. സച്ചിദാനന്ദ കവിതയിലെ സൂഫിസത്തെക്കുറിച്ചാണ് റജില ഷെറിൻ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. സൂഫിസ കവിത കാവിശികയിലൂടെ സൂഫിസം എന്താണ്, അല്ലെങ്കിൽ സൂഫിസത്തിൻ്റെ മറയത്തിലൂടെയുള്ളൊരു സഞ്ചാരം ഞങ്ങൾക്കൊക്കെ പരിചിതമാക്കി തന്ന പ്രിയപ്പെട്ട കവിയത്രി കൂടിയാണ് റജില. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പ്രബന്ധം നമുക്ക് ചുരുങ്ങിയ സമയത്തിൽ കേൾക്കാം. നന്ദി പ്രകാശിപ്പിക്കുന്നത് കാവിശികയിലെ ഞങ്ങളുടെ മെഹറൂസാണ്. മെഹറൂസിനെയും എല്ലാവരെയും പ്രബന്ധം കേൾക്കുന്ന മുഴുവൻ പേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. മലയാള കവിതയെ ലോകത്തോളം വളർത്തുകയും ലോക കവിതയെ മലയാളത്തിലേക്ക് പതിച്ചു നടുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷിൻ്റെ കവിതകളെ ചർച്ച ചെയ്യുന്ന സച്ചിദാനന്ദം എന്ന പരിപാടി കാവിശിക തുടങ്ങി വെച്ചിട്ട് ഏതാനും ദിവസങ്ങളായി, മാസങ്ങളോളമായി. അപ്പോൾ ഇതിനകത്ത് ദിവസങ്ങളോളം നടത്തിയ ചർച്ചയുടെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ പ്രബന്ധങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. കാവ്യ സമീക്ഷയുടെ 4ാം ഖണ്ഡമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2 പ്രബന്ധങ്ങളാണുള്ളത്. ഒന്ന് ശ്രീമതി റീബ പോൾ ആണ് അവതരിപ്പിക്കുന്നത്. സച്ചിദാനന്ദ കവിയിലെ ക്രിസ്തു മുദ്രകൾ എന്നുള്ളതാണ് വിഷയം. നമുക്കറിയാം, സച്ചിദാനന്ദൻ മാഷ് ഏതാണ്ട് 22 വർഷത്തോളം അധ്യാപകനായിരുന്ന കോളേജാണിത്, ക്രൈസ്റ്റ് കോളേജ്. മങ്ങാടിക്കുന്നിൻ്റെ നെറുകയിലുള്ള ഈ ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് സച്ചിദാനന്ദ കവിതയിലെ ക്രിസ്തുമുദ്രകളെ അന്വേഷിക്കുന്ന ഒരു പ്രബന്ധം തീർച്ചയായിട്ടും ഉചിതം തന്നെയാണ്. അതിനുശേഷം റജില ഷെറിൻ സച്ചിദാനന്ദ കവിയിലെ സൂഫിസം എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രബന്ധം അവതരിപ്പിക്കുന്നത്. സച്ചിദാനന്ദ കവിയിലെ ഇത് കാവ്യശികയിലെ മാധവിക്കുട്ടി ടീമാണ് ഈ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. സച്ചിദാനന്ദ കവിയിലെ ക്രിസ്തുമുദ്രകൾ എന്ന പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി റീബ ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സച്ചിദാനന്ദൻ മാഷിയുടെ കവിതകളെ അധികരിച്ചുള്ള അനേകം പഠനങ്ങൾ ഇപ്പോൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്രിസ്തു മുദ്രകൾ പതിഞ്ഞ കവിതകളാണ് ഞാൻ അന്വേഷിച്ചത്. നമുക്കറിയാം, സച്ചി മാഷ് പല കാലങ്ങളെ പല മനുഷ്യരെ തൻ്റെ കാവ്യ ഭാവുകത്വത്തോട് ചേർത്ത് നിർത്തിയ കവിയാണ്. ദേശത്തെ മറികടന്ന ലോക കവി എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഭാഷയുടെ സൗന്ദര്യവും ആഴം ഉപയോഗിച്ച് സാമൂഹ്യ നീതികളെ ചോദ്യം ചെയ്യുന്ന അനേകം പ്രതിഷേധ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഫാസിസത്തിൻ്റെ വിരുദ്ധ കവിതകൾ കൂടിയാണവ. വിശ്വസാഹിത്യത്തിലെ പുരോഗമന ശബ്ദങ്ങളായ അന്റോണിയോ ഗ്രാംഷി, പാബ്ലോ നെരൂദ, മെഹ്മൂദ് ഡാർവിൻ, യഹൂദ മിച്ചായി തുടങ്ങിയവരുടെ കൃതികളെ മലയാള സാഹിത്യത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മണിക്കൂറുകളോളം നീളുന്ന സാമൂഹ്യ വിമർശനമായ പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, കഥകൾ, നാടകങ്ങൾ, ഒരു വിശാലമായൊരു ലോകം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനിടയിൽ സച്ചിമാഷിയുടെ ഈ ബിംബസമൃദ്ധിയെ അടയാളപ്പെടുത്തിയ ക്രിസ്തീയ കവിതകളെ ഒന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് 17 കവിതകളാണ് കണ്ടെത്താനായത്. ഉയിർത്തെഴുന്നേൽപ്പ്, ക്രിസ്തുവിൻ്റെ ശവക്കച്ച, നീതിയുടെ വൃക്ഷം, വീട്, ലോകാവസാനം, 3 ബൈബിൾ കഥകൾ, മുടിയനായ പുത്രൻ, സാംസൺ, ലാസർ, ദൈവത്തെക്കുറിച്ചുള്ള 3 കവിതകൾ, കണ്ടുമുട്ടൽ, പുതിയ കാലം, എല്ലാം തിരിച്ചു പോകുന്നു, അയൽക്കാർ, നോഹ തിരിഞ്ഞു നോക്കുന്നു, പുരോഹിതൻ ദൈവത്തോട്, യേശുവും കവിതയും, രൂപാന്തരം എന്നിവയാണവ. അതിൽ ഉയർത്തെഴുന്നേൽപ്പ് എന്ന കവിതയിൽ ക്രിസ്തീയ ദർശനങ്ങളെ മറ്റൊരു കഥാതന്തുവുമായി ഒട്ടിച്ചു വെച്ച പോലെയാണ് എഴുതിയിട്ടുള്ളത്. അതിലെ ഉയർത്തെഴുന്നേറ്റ അവനെ ആദ്യം കണ്ടത്
ചുരമിറങ്ങിപ്പോകുന്ന ഒരു കാറ്റായിരുന്നു. കൗമാരങ്ങളെ ആത്മബോധത്താൽ സ്നാനപ്പെടുത്തുന്നു. വംശവഞ്ചകർക്കെതിരെ ചാട്ടവാറുയർത്തുന്നു തുടങ്ങിയ വരികളിലൂടെ പദങ്ങളുടെ തിരഞ്ഞെടുപ്പ് വേറൊരു കഥാതന്തുവുമായി യോജിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് അതിലെ വരികൾ. പിന്നെ ക്രിസ്തുവിൻ്റെ ശവക്കച്ച എന്ന കവിതയിൽ ആ കവിതയുടെ വാക്കു തന്നെയാണ് സച്ചി മാഷ് അവിടെ തിരിച്ചിടാണ്. അതിലെ ക്രിസ്തുവിൻ്റെ ശവക്കച്ച എന്നുള്ളതിലെ മാഷ് തിരിച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ എന്നുള്ളതിലെ ക്രിസ്തു യേശു എന്ന് ആണ് മാഷ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അതിലെ വെറോനിക്ക ഏറ്റവും അവസാനത്തെ യാത്രയിൽ വെറോനിക്ക യേശുവിൻ്റെ മുഖം തൂവാല കൊണ്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. അതിൽ ആ ഒപ്പിയെടുക്കുന്ന സമയത്ത് യേശുവിൻ്റെ മുഖം അതിൽ പതിയുന്നു എന്നുള്ളത് ബൈബിളിലെ ഒരു പരാമർശമുണ്ട്. അതിനെ ആണ് മാഷ് വേറിട്ട രീതിയിൽ ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ നിഗൂഢമായ ശവക്കച്ചയെക്കുറിച്ച് യെരൂശലേമിലെ കർഷകരും മുക്കുവരും പറയുന്ന കഥയുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കുരിശിൽ നിന്നിറക്കിയ ഉടൽക്കുന്നിൽ ചെരുവിലെ ചോളവയലിൽ നിന്ന് മണ്ണിൽ പുരണ്ട കാലുകളോടുകൂടിയ ഒരു ഉഴവുകാരനും പുരോഹിതരുടെയും രാജാക്കന്മാരുടെയും കൽപ്പന പ്രകാരം ശവപ്പെട്ടി പണിയുന്ന ഒരുത്തന് ഓടി വന്ന് രണ്ടുപേരും കൂടി ഒരു തുണി വാങ്ങി യേശുവിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ പൊതിയുന്നതാണ്. ആ യേശുവിൻ്റെ ശരീരം അതിൽ ഒപ്പിയെടുക്കാനായിട്ടാണ് അവരുടെ ശ്രമം. എന്നിട്ട് കാൽവരിയിലേക്കുള്ള അന്ത്യയാത്രയിൽ തൂവാല കൊണ്ട് ഈ വെറോനിക്ക ചെയ്തതുപോലെ അവരെ അതിനെ ഒരു പുതിയ രീതിയിലാണ് ആ ശവക്കച്ച ഉപയോഗിച്ചുകൊണ്ട് സാധുക്കളായ തൻ്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളോട് പറയുകയാണ്, സൂക്ഷിച്ചു വെക്കാം, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ചൂഷണത്തിനെതിരെ പോരാടാൻ പഠിപ്പിക്കുന്നതിന് പകരം അവരെ അടിമ കിടത്തി യജമാനന്മാരുടെ ഹൃദയം മാറ്റാൻ പുറപ്പെടുന്നവർക്ക് കുരിശുമരണം മാത്രമാണ് പ്രതിഫലമെന്ന് വരും തലമുറകളെങ്കിലും മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞ് ഈ വേണ്ട കാര്യത്തെ യഥാർത്ഥത്തിൽ വേണ്ട കാര്യത്തെ മറിച്ചിട്ട് നമ്മളെ ഒരു വളരെ പൊള്ളിക്കുന്നൊരു അനുഭവമായിട്ട് അതുപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന മറ്റുള്ളവരോട് വേറെ മാറ്റിപ്പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നീതിയുടെ വൃക്ഷം എന്ന കവിതയിലാകട്ടെ രക്തസാക്ഷികളുടെ ചോര കൊടുത്ത് വളർത്തിയ നീതിയുടെ വൃക്ഷം നാം എവിടെ നടുമെന്നുള്ളൊരു വലിയ ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. പള്ളിമുറ്റത്തെ ക്രിസ്മസ് മരത്തിൽ ഒരു പൂ പോലുമില്ലല്ലോ, കോടതി മുറ്റത്തെ കുരിശിൻ്റെ പച്ചിലകൾ കരിഞ്ഞിരിക്കുന്നുവല്ലോ. ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെട്ട സഹോദര, നിന്നെ കൊന്ന നിയമം ഇതാ വിശുദ്ധൻ്റെ വസ്ത്രമണിഞ്ഞ് പാപികൾക്ക് മാപ്പ് നൽകുന്നു, ന്യായാധിപൻ കൈകഴുകുന്നു. ഇവിടെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന യൂദയയുടെ പ്രവിശ്യ അധികാരിയായിരുന്ന പന്തിയോസ് പീലാത്തോസ് യേശുവിനെ കുരിശിലേറ്റുന്ന സമയത്ത് അത് ജനക്കൂട്ടത്തിൻ്റെ മുറവിളിക്കും വഴങ്ങി മനസ്സില്ലാ മനസ്സോടെയാണ് അദ്ദേഹം അത് ചെയ്യുന്നതെങ്കിലും കൈ കഴുകി അതിൽ നിന്ന് തൻ്റെ എന്താ പറയുക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്, ഒരു ഇരട്ടത്താപ്പ് നയമാണ് അവിടെ അദ്ദേഹം ചെയ്തത്. ആ നാടകീയ രംഗം കൈ കഴുകുന്നു, ഒരു നാടകീയ രംഗം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് അദ്ദേഹം. ഇപ്പം എല്ലാ നീതിബോധങ്ങളെയും സമൂഹത്തിൽ നിന്ന് രക്തപങ്കിലമാക്കി കൈ കഴുകി രക്ഷപ്പെടുന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണാം. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് കൂടിയാണ് ഇവിടെ ഈ പന്തിയോസ് പീലാത്തോസ് ബൈബിളിൽ അനാവരണം ചെയ്തിട്ടുള്ളത്. വീട് എന്ന കവിതയിലാകട്ടെ പാവയായി കിടക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ പുൽക്കൂട്ടിലെ യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്മസ് ദിനത്തിലെ ഉണ്ണിയേശുവിനെ വെക്കാറുണ്ട്. അപ്പം അതിൽ ഇവിടെ മാഷ് പറയുന്നത് എന്താ വെച്ചാൽ പാവ ക്രിസ്തുവിൻ്റെ പിറവി അറിയിക്കാൻ ഈ കടലാസ് നക്ഷത്രങ്ങൾ മാത്രം മതി. കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ ജ്ഞാനികളിനി വരാനുമില്ല. വന്നവർ ഭൂമിയെ പാവകളാക്കി. അനീതിക്ക് മുന്നിൽ മൗനികളാകുന്ന ജ്ഞാനികൾക്ക് ഒരു ജനനത്തിനും ഇനി സാക്ഷ്യം വഹിക്കാനുമില്ല. എന്ന സത്യത്തിന് കാവലിരിക്കുന്ന നാം പൊയ്മുഖങ്ങൾ വലിച്ചു കീറി എന്നാണ് ജീവനുള്ള മനുഷ്യരാവുക എന്നാണ് അദ്ദേഹം ഇവിടെ ചോദ്യം ഉയർത്തുന്നത്. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലെ ആദ്യ വാചകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം 7-ാം ദിവസം വിശ്രമിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പിതാവായ ദൈവത്തെയാണ് അവിടെ പരാമർശിക്കുന്നത്. എന്നാൽ ഇവിടെ സച്ചി മാഷയുടെ ലോകാവസാനം എന്ന കവിതയിൽ
ഈ 7 ദിവസവും ദൈവം 7-ാം ദിവസം ദൈവം ദുസ്വപ്നങ്ങൾ കൊണ്ട് അസ്വസ്ഥമായിരിക്കുന്നതാണ് അവിടെ കാണുന്നത്. തൻ്റെ വിശ്രമത്തിൽ നിന്ന് ഉണർന്ന് ദൈവം സ്വർഗം ആദിയിലെ ജലത്തിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് അരുൾ ചെയ്തു. പുരാണങ്ങളിൽ നിന്നും മുത്തശ്ശി കഥകളിൽ നിന്നും പീഡിതരുടെ സ്വപ്നങ്ങളിൽ നിന്നും സ്വർഗം ഒരു ഹിമക്കട്ടി പോലെ അലിഞ്ഞു മാഞ്ഞില്ലാതായി. ഭൂമിയിൽ നിന്നും പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഭൂമിയിൽ നിന്ന് പച്ച മാഞ്ഞു പോകട്ടെ. വനങ്ങൾ തൃണങ്ങളെ ഞെരിച്ചമർത്തി നിലംപൊത്തി. കരയിൽ ഇഴയുന്നവയും നടക്കുന്നവയും ഓരോ ജീവജാലങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തെയാണ് സച്ചിമാഷുടെ ഈ കവിതയിൽ കാണുന്നത്. കരയിൽ ഇഴയുന്നവയും നടക്കുന്നവയും ഓടുന്നവയും പോയി മറയട്ടെ. അവസാനത്തെ മാൻകിടാവ് അസഹ്യമായ ദാഹവുമായി വറ്റിയ അരുവിയിലേക്ക് പോകുന്നത് ആ കാഴ്ചയാണ് പിന്നീടുള്ളത്. ജലത്തിൽ നീന്തുന്നവയും ആകാശത്തിൽ പറക്കുന്നവയും അപ്രത്യക്ഷമാകട്ടെ. മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ച എല്ലാ സൗന്ദര്യങ്ങളും ഇല്ലാതാവട്ടെ, അസ്തമിക്കട്ടെ. ഇക്കുറി അത് പറഞ്ഞ സമയത്ത് യന്ത്രങ്ങൾ പെറ്റുപെരുകി വന്നു. തെരുവിലിറങ്ങി ബുദ്ധവിഹാരങ്ങൾ, നാടൻ പാട്ടുകൾ, ക്ലാസിക്കൽ സംഗീതങ്ങൾ, എല്ലാ മനുഷ്യ സൃഷ്ടികളും അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് കൂടിയ പശ്ചാത്താപത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും അമൂല്യ സൃഷ്ടിയായ മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇവിടെ ദൈവം. പശ്ചാത്തപിപ്പിച്ച മനുഷ്യ സൃഷ്ടി നിലയ്ക്കട്ടെ എന്ന് ആണ് അദ്ദേഹം അവസാനം പറയുന്നത്. തൽസ്ഥാനങ്ങളിൽ ക്രാന്തദർശിയായ മനുഷ്യർ ഒരുക്കി വച്ചിരുന്ന ആ സമയത്ത് ആയുധപ്പുരകൾ സമയമായെന്നറിയിച്ച് പൊട്ടിത്തെറിച്ചു. ഇരുട്ടായുന്ന ദിനങ്ങളാണ് പിന്നീട് അവിടെ ഉണ്ടായത്. സ്ഥലകാലങ്ങളുടെ അന്ത്യത്തിൽ ഏകാഗിയായി പിന്നീട് തീരുകയാണ് ദൈവം. അദ്ദേഹം പിന്നെ പൊട്ടിക്കരയുന്നുണ്ട്. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് തിരിച്ച് ഇത് ഏകാഗിയായ ഒറ്റയായ അവസ്ഥയെ നേരിടാനാവാതെയുള്ള ആ അമിതമായ തേങ്ങലിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ വെളിച്ചം പിന്നെ വരുന്നേയില്ല. അപ്പോൾ അതിൽ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിച്ച ദൈവത്തിന് പോലും ഇവിടെ കുറ്റബോധം ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ചിരിയും കരച്ചിലും പ്രണയവും കാമവും നീതിയും അനീതിയും മരണവും ജനനവും ഉള്ളതുമില്ലാത്തതും സ്നേഹവും സ്നേഹനഷ്ടവും എല്ലാം കൂടിക്കലരുന്ന പരസ്പര പൂരക സൗന്ദര്യം നിറഞ്ഞ പ്രകൃതി തന്നെയാണ് ശാശ്വതമെന്ന് ദൈവത്തിന് പോലും മനസ്സിലാക്കി കൊടുക്കുകയാണ് സച്ചിദാനന്ദ മാഷ് ഇവിടെ ചെയ്യുന്നത്. ഇല്ലാതാക്കലല്ല, സൃഷ്ടിക്കലാണ് പ്രകൃതിയുടെ സൗന്ദര്യമെന്ന് അദ്ദേഹം ഈ കഥയിലെ ഊന്നി പറയുന്നു. പിന്നീട് മുടിയനായ പുത്രൻ്റെ കഥ. ഉത്സവം പോലെ കൊടികളും കൂട്ടുകാരുമായി ഞാൻ ലോകത്തേക്ക് പോയി. ശവമഞ്ചം പോലെ ഒറ്റയായി ഞാൻ തിരിച്ചു വന്നു. ഈ മുടിയനായ പുത്രനെ അനാവരണം ചെയ്യാനായിട്ട് ഈ 2 വരി മാത്രം മതി ഇവിടെ ശക്തമായി പ്രതിനിധീകരിക്കാൻ. സാംസന്റെ ഒരു കഥയാണ് പിന്നീടുള്ളത് ബൈബിളിലെ. കാമുകി ദലീലിയാൽ ഒറ്റുപടക്കപ്പെട്ട സാംസൺ നീളമുള്ള മുടി മുറിച്ച് പരാജയപ്പെടുത്തുന്ന ബൈബിൾ കഥയാണ്. ഇവിടത്തെ സാംസൺ പറയുന്നത് മുടിയിലല്ല ശക്തിയുടെ രഹസ്യം. വീരപുരുഷന്മാരുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് അമർചിത്ര കഥകളിലോ രസിക്കാവുന്ന കുട്ടിക്കഥകളിലെ മാത്രമാണ് ഇപ്പോൾ വീരപുരുഷന്മാർ മല്ലടിച്ചു കഴിയുന്നത്. ഇനി മുതൽ ഞാനൊരു വീരപുരുഷനേ ഇല്ല എന്നാണ് സച്ചിമാഷയുടെ സാംസൺ പ്രഘോഷിക്കുന്നത്. പിന്നെ ലാസറിൻ്റെ കഥയാണത്. മർത്തായുടെയും മറിയത്തിൻ്റെയും ചുമലിൽ കൈവച്ച് എല്ലാ കഥകൾക്കും വേറിട്ടൊരു ഭാഷ്യം തീർക്കുകയാണ്. ബൈബിൾ കഥകൾക്ക് തുല്യമായി തൻ്റേതായ അഭിപ്രായത്തെ ചേർത്ത് വെച്ചാണ് സച്ചിമാഷയുടെ ഓരോ കവിതയും മുന്നോട്ട് പോകുന്നത്. മർത്തായും മറിയത്തെയും ചുമലിൽ കൈവച്ച് മരിച്ച ക്ഷീണത്തോടെ അവൻ പുറത്തു വന്നു. രക്ഷകന്റെ നേരെ നോക്കി അവൻ പറഞ്ഞു, എന്നെ മരണത്തിൽ നിന്ന് നീ വിളിച്ചുണർത്തി ശിക്ഷിക്കുന്നത് എന്തിനെ എന്നാണ് രക്ഷകനോട് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നീട് രൂപാന്തരം എന്ന പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കവിതയാണ്. ഇവിടെ 2 തരത്തിലുള്ള രൂപാന്തരങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് മറിയ മഗ്ദലേനയുടെ കഥയാണ്. ബൈബിളിലെ യഹൂദ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുന്നതായിരുന്നു പതിവ്. എന്നാൽ യേശുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന നിയമജ്ഞരെയും ഫരിസേയരുടെ ഉദ്ദേശം യേശുവിനെ വാക്കിൽ കുടുക്കുക എന്നതായിരുന്നു. ജനങ്ങളെല്ലാം യേശുവിൻ്റെ ചുറ്റും കൂടിയിരുന്നത് വേറിട്ട ഒരു വ്യാഖ്യാനം. അന്ന് യഹൂദ മതവിശ്വാസികൾ പുരോഹിതർ നൽകുന്ന വ്യാഖ്യാനങ്ങളെക്കാൾ കൂടുതൽ ദൃഢമായ ആഴത്തിലുള്ള മാനുഷികമായി ഉൾക്കൊള്ളാവുന്ന വ്യാഖ്യാനങ്ങൾ നൽകിയിരുന്ന യേശുവിനെ കേൾക്കാനാണ് ധാരാളം പേർ കൂടിയിരുന്നത്. അപ്പോൾ യേശുവിനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട്
യേശുവിനെ ഒന്ന് പരീക്ഷിക്കാനാണ് അവരവിടെ വന്നത്. യേശു പാപിനിയായ സ്ത്രീയുടെ പക്ഷമാണ് എടുക്കുന്നതെങ്കിൽ യേശു ദൈവനിന്ദ ആരോപിച്ചു എന്ന് പറഞ്ഞ് അവനെ വേഗം പുറന്തള്ളാൻ സാധിക്കും. എന്നാൽ അവളുടെ വധശിക്ഷയാണ് അനുകരിക്കുന്നതെങ്കിൽ അവരുടെ വ്യാഖ്യാനങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നവനാണ് യേശു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഈ രണ്ട് വഴികളല്ലാതെ മൂന്നാമതൊരു പുതിയ വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യേശു നിലത്തെഴുതിക്കൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ സ്നേഹം കൊണ്ട് മറികടക്കുകയാണ് ചെയ്യുന്നത്. അനന്ത സാധ്യതകളുള്ള അനേക പദങ്ങൾ ഈ മറിയം മഗ്ദലേന യേശുവിൻ്റെ സമീപത്തെത്തുമ്പോൾ സച്ചിമാഷ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അനന്ത വ്യാഖ്യാന സാധ്യതയുള്ള പദപ്രയോഗങ്ങൾ കൊണ്ടാണ് ഈ ഭാഗം മറിയം മഗ്ദലേന യേശുവിൻ്റെ അടുത്തെത്തുന്ന ഭാഗം വർണ്ണിച്ചിട്ടുള്ളത്. പുനർജനിയുടെ രജനീരന്ധ്രങ്ങൾ, സജല നേത്രത്തിൻ തരുണ വ്യോമങ്ങൾ. പുനർജനി എന്ന വാക്കും രജനീരന്ധ്രങ്ങൾ എന്ന വാക്കിനും സംയോജിപ്പിച്ചിട്ടാണ് അവിടെ പുനർജനിയുടെ രജനീരന്ധ്രങ്ങൾ എന്ന് അദ്ദേഹം എഴുതിയത്. പുനർജനി എന്നാൽ നമ്മൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, പുതിയൊരു ജന്മം തേടലാണ്. രജനീരന്ധ്രങ്ങൾ എന്ന് പറയുന്നത് രാത്രിയുടെ അനിശ്ചിതത്വത്തെയും വൈകല്യത്തെയും കുറിക്കുന്നത്. ഈ രണ്ടിനെ ചേർത്ത് പറയുന്ന പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അവിടെ കാണുന്നു. അതുപോലെ സജല നേത്രത്തിൻ തരുണ വ്യോമങ്ങൾ എന്ന് പറയുന്നു. സജല നേത്രം എന്ന് വെച്ചാൽ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളാൽ കാണുന്ന തരുണ വ്യോമങ്ങൾ, പുതിയ പുതിയ ആകാശങ്ങൾ, പുതിയതും ശക്തവുമായ ആകാശങ്ങൾ അവളുടെ പ്രതീക്ഷകളാണ്. ഇനിയുള്ളൊരു പുതിയ ജീവിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. അതിലെ പുതിയ ബിംബങ്ങളെ, അവ്യാഖ്യായ സൗന്ദര്യമുള്ള ബിംബങ്ങളെ ചേർത്തുകൊണ്ട് ശരീരഭാഷയെ നമുക്ക് മുന്നിൽ, അവളുടെ ശരീരഭാഷയെ നമുക്ക് മുന്നിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അനേക ചിത്രീകരണങ്ങൾ സച്ചിമാഷയുടെ കവിതയിലുണ്ട്. ശരിക്കും നമ്മളൊരു പിക്ചറൈസേഷൻ ചെയ്തു പോകുന്ന പോലെ തന്നെയാണ് ഓരോ ദൃശ്യഭാഷയിലെ കവിതകൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു വരി, വിമോചനത്തിൻ്റെ പകലുകൾ തേടിയവൾ വന്നു, ദുഃഖഗുണന ചിഹ്നമായി കരം കൂപ്പി. ദുഃഖത്തെ ദുഃഖം ഇരട്ടിക്കുമ്പോഴാണ് വിനീത വിധേയനായ ഒരാൾ കരം കൂപ്പുന്നത് എന്നുള്ള പുതിയൊരാശയം. ദുഃഖത്തിൻ്റെ ഇരട്ടിപ്പ് ഒരു മനുഷ്യനെ കരങ്ങൾ കൂപ്പാനാണ് ഇടയാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദുഃഖഗുണന ചിഹ്നമായി കരം കൂപ്പി, ദുഃഖം ഇരട്ടിക്കുന്നു. വ്യാധികളേറുമ്പോൾ വിനീതനാവുന്ന ഒരു മനുഷ്യൻ, യാഥാർത്ഥ്യത്തിന് അധിഷ്ഠിതമായ മനുഷ്യജന്മത്തിൻ്റെ ഒരു രൂപാന്തരമാണ് ഇതിൽ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ പാപത്തിൽ മോചിതയായവൾ ഹിമചരിതയായി മാറുന്നുണ്ട്. ഈ പശ്ചാത്താപം കൊണ്ട് പുതിയ വ്യക്തിയായി തീർന്ന പാപിനിയായ മഗ്ദലേനയാണ് പിന്നീട് യേശുവിൻ്റെ കാൽക്കൽ സൗഖ്യം കണ്ടെത്തി മാനസാന്തരപ്പെട്ട അവളാണ്, ആ വേശ്യയാണ് പിന്നീട് യേശുവിൻ്റെ കുരിശിൻ്റെ കാവൽക്കാരിയായും യേശുവിൻ്റെ സംസ്കാരത്തിലെ പരിചാരകയായും മാറുന്നത്. ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യത്തെ വാക്ക് കേൾക്കാനിടയായതും ഇവൾ തന്നെയാണ്. അപ്പോൾ അവളുടെ അനുയാത്ര, യേശുവിൻ്റെ കൂടെ ഒപ്പം അനുയാത്ര ചെയ്യുന്ന ഒരുവളായി മാറുന്നതിൻ്റെ പ്രകടനാണ് ഇതിൽ കാണുന്നത്. അതുപോലെ മറ്റൊരു കവിതയിൽ തിരുമൊഴി തുറന്നുണർന്നു പുത്രൻ്റെ പദങ്ങളിൽ കണ്ണുകൾ ചൊരിഞ്ഞിരിപ്പവളല്ലേ ഇവൾ, വെറുതെ കരഞ്ഞിരിപ്പവളല്ലേ ഇവൾ. ഇത് ശക്തയായ മറ്റൊരു മറിയത്തെയാണ്, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സൂചിപ്പിക്കുന്ന വരികൾ. ദൈവപുത്രൻ പറയുന്നുണ്ട്, നിലവിട്ട് മകൻ നിലവിളിക്കുന്നു, വിശുദ്ധ കന്യകയെ പൊറുക്കുക എന്ന അഹന്തകളൊന്നുമേ. മാതാവിന് മുന്നിൽ എത്ര വലിയവനായാലും പുത്രൻ തന്നെയാണ്. മക്കൾ എത്ര വളർന്നാലും അവിടെ ഏറ്റവും വലുത് അമ്മ തന്നെയാണ് എന്നുള്ള കാര്യം. ഓക്കെ, ബൈബിളിലെ ദൈവിക പ്രധാനമായ ഒരാൾക്ക് മാനുഷികമായ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറക്കി നിർത്തുകയാണ് സച്ചിദാനന്ദൻ. ശരിക്കും ഒരു മാനുഷിക പരിവേഷം തന്നെയാണ് സച്ചിമാഷ് ഈ ബൈബിളിലെ നമ്മൾ പ്രഘോഷിക്കപ്പെടുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും നൽകുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ജലം ജലമാക്കാൻ എഴുതല്ലിൽ തന്നെ പഠിപ്പിച്ചോരമ്മേ, മകനിതാ നിന്റെ തിരുവടികളിൽ ഒലിവീലയേക്കാൾ ഇളങ്കാറ്റേക്കാളും കുരുന്നാം കൈകൾ തൊഴുതു നിൽക്കുന്നു.
ജലം ജലമാക്കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജലത്തെ നമുക്ക് പല രീതിയിൽ ആക്കാനായിട്ട് രൂപാന്തരം കൊടുക്കാനായിട്ട് സാധിക്കും. ജലം ഉപയോഗിച്ചാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം നിർമ്മിക്കുന്നത്. പക്ഷെ ജലത്തെ നിർമ്മിക്കാനായിട്ട് യഥാർത്ഥത്തിലുള്ള ജലത്തെ നിർമ്മിക്കാൻ ആർക്കാണ് കഴിയുക എന്നുള്ളതാണ്. അതാണ് മറ്റൊരു വേറിട്ട ചിന്തയാണ്. വെള്ളം വീഞ്ഞാക്കുന്നുണ്ട് യേശു ക്രിസ്തു. പക്ഷേ സച്ചിമാഷിന്റെ കാഴ്ചപ്പാടിൽ വെള്ളം വീഞ്ഞാക്കിയത് ഏതൊരു മനുഷ്യനും സാധ്യമായ ഒരു കാര്യമാണ്. പക്ഷെ ജലത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ് അസാധ്യ കാര്യമെന്ന്. അതാണ് മറിയം യേശുവിനെ പഠിപ്പിച്ചതെന്നാണ് സച്ചിമാഷ് പറയുന്നത്. അപ്പോൾ ഈ ജലമാക്കൽ എളുപ്പമല്ലെന്ന്, ഉയർന്ന ആശയങ്ങൾ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന അമ്മ ഭാവമാണ് സച്ചിമാഷുടെ യേശുവിൻ്റെ അമ്മ. ഇവിടെ മറിയം മഗ്ദലേനയും അമ്മ മറിയവും ആത്മവീര്യമുള്ള സ്വയം നല്ല വ്യക്തിത്വമുള്ള രണ്ട് സ്ത്രീ ജന്മങ്ങളാണ് ബൈബിളിലെ രൂപാന്തരം സംഭവിച്ച ബൈബിളിലെ രൂപാന്തരത്തിൻ്റെ ഭാവാന്തരം സംഭവിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ. നന്ദി. നന്ദി റീബ. കാവ്യസമീക്ഷ 4 രണ്ടാമത്തെ പ്രബന്ധം സച്ചിദാനന്ദ കവിതയിലെ സൂഫിസം എന്ന വിഷയത്തിൽ അവതരിപ്പിക്കുന്നതിനായി ശ്രീമതി റിജില ഷെറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. വൈകിയ ഈ വേളയിൽ എഴുതിയത് അതുപോലെ തന്നെ വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അദൃശ്യ ദർശനങ്ങളുടെ അനുഭൂതി, സച്ചിദാനന്ദൻ കവിതകളിലെ സൂഫിസത്തെക്കുറിച്ച്. സൂഫിസം എന്നാൽ മിസ്റ്റിസിസമാണ്. പ്രപഞ്ചോൽപത്തി മുതൽ നിലനിൽക്കുന്ന പ്രപഞ്ച നിഗൂഢത. ഈ ഗൂഢാവബോധത്തെ അനുഭവിക്കുവാൻ തക്ക പാകത ഒരാളിൽ ഉണ്ടാകുന്നത് ഹൃദയ വിശുദ്ധിയിലൂടെയാണ്. യുക്തിക്കും ചിന്തയ്ക്കും അപ്പുറത്തുള്ള അതിസൂക്ഷ്മവും തികച്ചും വ്യതിരിക്തവുമായ അതീന്ദ്രിയതയുടെ ഒരു ലോകത്തേക്കാണ് സൂഫിസം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അത് വാക്കുകൾക്ക് അതീതമാണ്. ഇവിടെ ഹൃദയമാണ് ബുദ്ധിയെ നയിക്കുന്നത്. അതിനാൽ സ്വത്വബോധത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്ന പ്രാപഞ്ചിക രഹസ്യങ്ങളെ ഹൃദയാനുഭൂതിയായി അനുഭവിക്കുവാൻ സൂഫിസം ഒരാളെ പ്രാപ്തനാക്കുന്നു. ജീവിതത്തിലെ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിലും അനശ്വരമായി നിലനിൽക്കുന്ന ഈ ആനന്ദവും സ്വാതന്ത്ര്യവും സച്ചിദാനന്ദൻ മാഷ്ടെ ഇല്ല വരില്ലിനി എന്ന കവിതാ സമാഹാരത്തിൽ നിരവധിയായി നമുക്ക് കാണുവാനായി സാധിക്കും. കവി തികച്ചും ഇരുണ്ടൊരു കാലഘട്ടത്തിലൂടെ, അതായത് കോവിഡ്, പ്രളയം, മതരാഷ്ട്രവാദം, അതിലൂടെ കടന്നു പോകുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആധികൾ അനവധിയാണ്. എന്നാൽ കവി കൂടുതൽ കർമ്മധീരതയോടെ, പ്രത്യാശയോടെ ആത്മാവിൻ്റെ ആ അടിസ്ഥാന തലത്തെ, അതായത് ദുഃഖത്തെ തിരിച്ചറിഞ്ഞ് പ്രകൃതിക്ക് മുമ്പിൽ വിനയാന്വിതനായി നിൽക്കുന്നു. അപ്പോൾ മനസ്സിലേക്കെത്തിയ തെളിച്ചങ്ങളാണ് സമാഹാരത്തിലെ പല കവിതകളിലും പല വരികളിലേക്കും അദ്ദേഹം പകർന്നിട്ടുള്ളത്. കവിയുടെ ക്രിയാത്മകമായ തുടർചിന്തകൾ പരമ്പൊരുളിൻ്റെ പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് ഇടുങ്ങിയതെങ്കിലും ഒരു വഴി അല്പമായിട്ടെങ്കിലും തുറന്നിട്ടിരിക്കുന്നു. ബോധതലത്തിലെ ആ തെളിച്ചങ്ങളിലൂടെ കവി ഇടയ്ക്കിടെ അദൃശ്യമായവയെ ദർശിക്കുകയും ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. പുറത്തു തട്ടുന്നൊരദൃശ്യമിത്രമേ നടക്കുമുന്നിൽ ഇങ്ങിരുളാണെന്നെ നീ നടത്തുക കാണും വളവതുവരെ അതു കഴിയുകിൽ തനിച്ചാമെല്ലാരും അറിയാം അത്രയും മരിച്ചവൻ ഞാനും. മരണപ്പെട്ടവരിൽ ആരോ, അത് കവിയാണോ മിത്രമാണോ ബന്ധുവാണോ എന്നൊന്നും ഉറപ്പില്ല, എങ്കിലും ആരോ കവിയെ പിന്തുടരുന്നുണ്ട്. അദൃശ്യ സാന്നിധ്യം അദ്ദേഹം അറിയുന്നു. ആ അദൃശ്യ ശക്തിയോട് മുമ്പിൽ നടന്ന് വഴി കാണിക്കുവാൻ പറയുന്നു. അതൊരു പക്ഷേ മൃത്യു തന്നെയാകാം. എന്നാൽ അത് കവിക്ക് വെളിച്ചമാണ്. ഇരുട്ടാണ് തനിക്ക് ചുറ്റുമെന്നതിനാൽ ആ അദൃശ്യതയ്ക്ക് കൂട്ടുവരുവാൻ സാധിക്കുന്ന വളവ് വരെയാണ് അതിനെ കവി പ്രതീക്ഷിക്കുന്നത്. വളവ് എന്ന പ്രയോഗവും അഗാധമായതാണ്. എന്തെന്നാൽ അതിനുശേഷമുള്ള കാഴ്ചകൾ വളരെ നിഗൂഢത നിറഞ്ഞതാണ്. സാധാരണക്കാരന് ജീവിതം കൊണ്ട് കണ്ടറിയുവാൻ അസാധ്യമായ ഒന്നാണ് മരണാനന്തര കാഴ്ചകളെന്നും കവി വിശ്വസിക്കുന്നു. ആ വളവിന് ശേഷം എല്ലാവരും തനിച്ചാണെന്നും മരണത്തിന് മുമ്പേ മരിച്ചവന് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ മരണത്തിനപ്പുറത്തെ അവസ്ഥയെ കാണുവാനും ആനന്ദത്തോടെ സ്വീകരിക്കുവാനും കഴിയുമെന്നും കവി പറയുന്നു. ഭൗതികമായ തലത്തിൽ നിൽക്കുമ്പോഴും അതിൻ്റെ മറുപുറത്തെ പറ്റി പറയുന്നു ഈ വരികൾ. 75 എന്ന കവിതയിലും മൃത്യുവിനോട് മായാത്ത ചിരിയുമായി കാത്തിരിപ്പൂ ഞാൻ നിന്നെ എന്ന് കവി പറയുന്നുണ്ട്. ഇവിടെയും മരണം ആനന്ദമാണെന്നാണ് കവി പറഞ്ഞുറപ്പിക്കുന്നത്. സൂഫിസത്തിൽ ഉറൂസ് എന്നാൽ മരണത്തിൻ്റെ ആഘോഷമാണ്. പ്രപഞ്ചശക്തിയുമായി ലയിക്കുവാനുള്ള അവസരം, മൃത്യു നൽകുന്ന സമാഗമാനന്ദം കവിയും കൊതിക്കുന്നു.
കലാശം എന്ന കവിതയിലെ വരികൾ നോക്കാം. കനമില്ലാതങ്ങനെ രസാതലം പൂകി ഞാൻ വ്രണിതയാമെൻ്റെ ദേഹിയെ വൈദേഹിയെ ആശ്ലേഷിക്കട്ടെ. സീതയെ സ്വന്തം ആത്മാവായും മരണത്തിലൂടെ ആ ആത്മാവിനെ ആശ്ലേഷിക്കുവാൻ വെമ്പുന്ന രാമനെയും കവി നമുക്ക് കാണിച്ചു തരുന്നു. ഗൗരി എന്ന കവിതയിൽ എനിക്കുമുണ്ട് കെടാത്ത ഒരു മൂന്നാം കണ്ണ്. നാളെയുടെ രശ്മി ചാട്ടി അത് മരണത്തെ ഭസ്മമാക്കും. മൃത്യുവിനെ അതിജീവിക്കുന്ന ആത്മീയ ജ്ഞാനത്തെ കവിതകൾ മുന്നോട്ട് വയ്ക്കുന്നു. പോയ പുഴതൻ മണലിൽ നീർത്തുള്ളി പോൽ നീയിരിക്കുന്നു. വനങ്ങൾ ഉണ്ടായിരുന്നിടത്ത് കാറ്റായി വീശുന്നു. വറ്റിച്ച ഓരോ കുളത്തിനും മീതെ പടുത്തവൻ മേടയിൽ പാതിരാമിന്നലായി പാളുന്നു. സുഗതകുമാരിയുടെ മരണശേഷം എഴുതിയ കവിതയിലെ വരികളാണിത്. പ്രകൃതിയോടും പ്രപഞ്ചത്തോടും ഏറെ ചേർന്നു നിൽക്കുന്ന വരികൾ. സകല ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന തത്വം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആകാശത്തോട് ദൈവത്തെപ്പറ്റി ചോദിച്ചപ്പോഴാണ് സൂര്യൻ ഉദിച്ചതും നക്ഷത്രങ്ങൾ നിന്ന് കത്തിയതും. ചെടികളോടത് ചോദിച്ചപ്പോൾ പൂക്കൾ വിടരുകയും പഴങ്ങൾ ഉണ്ടാവുകയും കിളികൾ അതിൽ പാടുകയും ചെയ്തു എന്ന മൗല സിദ്ദിഖ് മുഹമ്മദിന്റെ വാക്കുകളാണ് ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. സർവചരാചരങ്ങളിലും പ്രതിഫലിക്കുന്ന പൂർണ്ണപ്രകാശം ഏകം എന്ന ദർശനത്തെ മുന്നോട്ട് വയ്ക്കുന്ന വരികളാണിവ. ദൈവം കല്ലിലുറങ്ങി, വൃക്ഷങ്ങളിൽ സ്വപ്നം കണ്ട്, മൃഗങ്ങളിൽ ഉണർന്ന് മനുഷ്യനിൽ പൂർണ്ണത തേടുന്നു എന്ന തത്വത്തോട് ചേർത്ത് വയ്ക്കാവുന്നവ. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ പുഴയുടെ മണലിലെ നീർത്തുള്ളിയായും പണ്ട് വനങ്ങൾ ഉണ്ടായിരുന്നിടത്ത് അവയുടെ കാറ്റായും കുളം വറ്റിച്ചു പടുത്തുയർത്തിയ മേടയിൽ പാതിരാമിന്നലായും കവയിത്രി പുനർജനി തേടുന്നു എന്ന് കവി. ഇവിടെയും ഭൗതികതയ്ക്കപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് കവി നമ്മെ ഈ വരികളിലൂടെ കൊണ്ടെത്തിക്കുന്നു. പ്രകൃതിയെ സ്നേഹിച്ച കവയിത്രി പ്രപഞ്ചശക്തിയുടെ ഭാഗം തന്നെയായി, അംശമായി എന്നെന്നും നാശമില്ലാതെ നിലനിൽക്കുന്നു. അത് കവിക്ക് കാണാനുമാകുന്നു. ഏകത്തിൽ നിന്ന് അനേകമായതും അനേകമേകമായതുമായ കാഴ്ചകളെ ഹൃദ്യമായി വിവരിക്കുന്നു കവി. മണലിൽ അന്തർലീനമായ നീർത്തുള്ളി, വനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാറ്റ്, കുളത്തിലേക്കെത്തുന്ന പാതിരാമിന്നൽ, ഇവയെല്ലാം അതിസൂക്ഷ്മതലത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ഇവയ്ക്കെല്ലാം മനുഷ്യ ശരീരത്തിലെ അതിസൂക്ഷ്മതലവുമായുള്ള ബന്ധത്തെ നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നു. പ്രിയ കവിക്കൂട്ടിന്റെ വേർപാട് കവിക്ക് താങ്ങാനാകുന്നതല്ല. എങ്കിലും ഔന്നത്യത്തിലെത്തിയ ആ മനസ്സ് ആ വേദനയിലും തൃപ്തിപ്പെടുന്നു. ഒരു തരി മണലിലും ഒരു മഹാപ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അന്യൻ എന്ന കവിതയിലും സമാന സ്വഭാവമുള്ള വരികൾ കാണാം. വെളുത്ത മേഘങ്ങൾ പോലെ പറഞ്ഞുപോയ വേരുകളുമായി ഞാൻ മലകളിൽ മേയുന്നു. കറുത്ത തിരകൾ പോലെ സമുദ്രങ്ങളിൽ അലയടിക്കുന്നു. തിരിച്ചറിവും സത്തയുടെ അറിവും വഴി തനിക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുവിലും പൊതുവായി നിലനിൽക്കുന്ന ഏകമായ ഒന്നിനെ കാണുന്ന സൂഫി ചിന്തകൾ മേൽപ്പറഞ്ഞ വരികളിലെല്ലാം പ്രഫുല്ലനം ചെയ്യുന്നു. ഏതു രാമൻ എന്ന കവിതയിൽ തിരിച്ചേകുക ഞങ്ങൾക്കായി ജാതക കഥയിലെ ആയുധം വെടിഞ്ഞൂരു രാമനെ, കബീറിന്റെ രാമനെ, മഹാത്മാവിന്റെ രാമനെ, മിശിഹായും അള്ളാഹുവുമായോനെ. ഏകമായ ഒന്നിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. സൂഫിസത്തിൽ തൗഹീദ് എന്ന ഏകത്വം, സത്തയിലോ ഗുണത്തിലോ പങ്കാളികളില്ലാത്ത ഏകമായ ഒന്നിനെ കുറിച്ചുള്ള അറിവാണ്. ആ അറിവാണ് ഈ വരികളിലൂടെ കവി പങ്കുവച്ചിരിക്കുന്നത്. സർവേശ്വരനായ രാമൻ എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന വരികൾ. കൃഷകന്റെ പാട്ട് എന്ന കവിതയിൽ ഞാനവൻ വറ്റിയിടാത്ത കുളങ്ങൾ തൻ താമര, കിണർപ്പന്ന കണിക്കൊന്ന എന്നാണ് കർഷകനെ പറ്റി പറയുന്നത്. മഴവില്ലിലെ നിറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പൂർണ്ണമായ ഏകപ്രകാശത്തെ പോലെ പ്രാണൻ പലതായി വിരാജിക്കുന്ന കാഴ്ചകളാണ് ഈ വരികളും പകർന്നു നൽകുന്നത്. തീവണ്ടി എന്ന കവിതയിൽ തികച്ചും മൂർത്തമായ രീതിയിൽ ജലം സംസാരിക്കുന്നില്ല എങ്കിൽ മുറ്റത്തെ മുരിക്ക് മരത്തിലെ കാക്കയുടെ ഉള്ളിലിരുന്ന് എൻ്റെ പ്രാണൻ അവരോട് സത്യം പറയട്ടെ എന്നിങ്ങനെ അദൃശ്യ ശക്തിയെപ്പറ്റി കവി തുറന്നെഴുതുകയും ചെയ്യുന്നു. കോൺക്രീറ്റ് എന്ന കവിതയിലാകട്ടെ നൊന്ത ഹൃദയത്തിൽ വിശ്വാസപൂർവ്വം കവി ദൈവത്തിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ ദൈവമേ നീ മുക്കുറ്റിപ്പൂക്കളെ എന്തു ചെയ്തു? അദൃശ്യമെങ്കിലും ആ ഒന്നിനെ വായനയിലൂടെ അനുഭവമാക്കി മാറ്റുന്ന രസതന്ത്രം ഇല്ല വരില്ലിനി എന്ന സമാഹാരത്തിൽ നിറയെ നമുക്ക് കാണുവാനാകും. എവിടെ നിന്നെന്ന കവിതയിൽ എവിടെ നിന്നാണ് ഞാൻ പാതിരാവിൽ ഇളം കാറ്റിൻ്റേതുപോലുള്ള പതിഞ്ഞ കാലടികൾ കേൾക്കുന്നത്? പതുങ്ങിയെത്തുന്നത് വരാനിരിക്കുന്ന ഭൂതമോ കഴിഞ്ഞുപോയ ഭാവിയോ? കവി പാതിരാവിൽ കേൾക്കുന്ന ശബ്ദം കാലത്തിൻ്റെതാണ്. കാലം മനസ്സിലാണെന്ന സൂഫി മൊഴിയോട് ഈ വരികളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നാളത്തെ നമ്മുടെ ഭാവി എന്നത് തൊട്ടടുത്ത ദിവസത്തെ ഭൂതമാകുന്നുവെന്നും ചെയ്ത കർമ്മങ്ങൾ ഭാവിയിൽ തിരിച്ചെത്തുമെന്നും ഇനി വരാനിരിക്കുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞവ തന്നെയെന്നും വരികൾ പറയുന്നു. കാലം എന്ന മാറ്റങ്ങളുടെ നിരയെ കവി മനസ്സിന് അതേ രീതിയിൽ സ്പർശിക്കാനാകുന്നു. കാലം ലിംഗങ്ങൾക്കും അപ്പുറത്താണെന്ന് തടവർ എന്ന കവിതയുടെ അവസാന വരിയും പറയുന്നുണ്ട്. സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കപ്പുറം ബോധമുയരുമ്പോൾ ത്രികാല പരിജ്ഞാനവും സാധ്യമാകുന്നു.
പ്രപഞ്ചത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സൂഫി തത്വം നിറഞ്ഞ കവിതയാണ് ചരിത്രം. പ്രപഞ്ചത്തിലേക്ക് തുറക്കുന്ന കണ്ണുകൾക്ക് മുമ്പിൽ പതിയെ പതിയെ അദൃശ്യമായവയും പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങുന്നു. മഴയുടെ ദ്രവവിരലുകൾ കൊണ്ട് ഇലഞ്ഞരമ്പുകളിലും ആമത്തോടിലും ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്ന അതിസൂക്ഷ്മ ദൃശ്യങ്ങൾ ഈ കവിതയിൽ നമുക്ക് വായിച്ചെടുക്കാം. മനുഷ്യപ്പിറവിയുടെ ചരിത്രവും മനുഷ്യനും പ്രപഞ്ചവുമായുള്ള അദൃശ്യബന്ധവും കവി തുറന്നു കാണിക്കുന്നു. ഒരു ഉറുമ്പിന് പോലും മനുഷ്യനെ ചിലത് പഠിപ്പിക്കാനാകുമെന്ന് കവി മനസ്സ്. പരിണാമം എന്ന കവിതയിലും ഈ പാരസ്പര്യം മനോഹരമായി വിവരിച്ചിരിക്കുന്നു. കാലിൽ നിന്ന് വേര്, ഉടൽ തടി, കൈകൾ കൊമ്പുകൾ, തല നിറയെ ഇലകൾ, അങ്ങനെയാണ് ഞാൻ വൃക്ഷമായി മാറിയത്. ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയാത്തുകൾ നൽകുന്നതെന്ന് പ്രവാചകനും ഉറുമ്പും എന്ന കവിതയിലും കവി പറയുന്നുണ്ട്. ജീവിതത്തിലെ ചില യാദൃശ്ചികതകൾ, ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ, ചോദ്യമില്ലാത്ത ചില ഉത്തരങ്ങൾ, യുക്തിബോധത്തിനും അപ്പുറം നിൽക്കുന്ന ഇവ ഒരു തുള്ളി ജലവും കടലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പോലെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള മറകളും വ്യക്തമാക്കുന്നു. ശേഷം ഈ കവിത ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ അത് കേൾക്കുന്നില്ലെന്നേയുള്ളൂ. അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് മുദക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത്. ഓരോ പ്രവാചക പിറവിയെയും ഉൾക്കൊള്ളുകയും അതിൻ്റെ ഉദ്ദേശം തുറന്നു കാണിക്കുകയുമാണ് ഇവിടെ കവിത ചെയ്യുന്നത്. ശിരസും പാദവുമില്ലാതെ ശിരസും പാദവുമില്ലാത്ത ദുർബലരുടെ മാർഗദർശിയാണ് അങ്ങ് എന്ന് റസൂലിനെ കുറിച്ച് റൂമിയും പാടിയിട്ടുണ്ട്. കവിതയിൽ ധ്യാനത്തിലമർന്ന പ്രവാചകനിലും ഉറുമ്പിലും ഒഴുകിയെത്തിയതോ ഒരേ പരിപൂർണതയുടെ കിരണങ്ങളെന്ന് വരികൾ. സഹജീവികളെ കാണുവാനും കേൾക്കുവാനുമുള്ള മനസ്സ് കാരുണ്യാധിക്യത്താൽ സാധ്യമാകുന്നു എന്ന സത്യത്തെ സൂഫിസം നെഞ്ചോട് ചേർക്കുമ്പോൾ യേശുവും കഴുതയും സിദ്ധാർത്ഥനും അണ്ണാറക്കണ്ണനും എന്നീ 2 കവിതകളിലും കവി ഇതേ സത്യത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. സകലവിധ താരതമ്യങ്ങൾക്കും അപ്പുറമാണ് ഓരോ സൃഷ്ടിജാലവും എന്നറിയുമ്പോൾ സ്രഷ്ടാവിനെ അറിയുവാനാകുന്നു എന്ന് സൂഫിസം പറയുമ്പോൾ 3 പൂച്ചക്കുട്ടികൾ എന്ന കവിത ഇതേ ആശയമാണ് നമുക്ക് നൽകുന്നത്. 3 നിറത്തിലുള്ള പൂച്ചക്കുട്ടികളും പൂച്ചട്ടികളും നിറങ്ങൾ പരസ്പരം കൈമാറുന്നു. നിറങ്ങളെ ഇല്ലാത്തവനായി നിഴലായി കവി എല്ലാം കാണുന്ന സാക്ഷിയായി ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്വത്വബോധത്തിന്റെ അഗാധതയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ മറന്നീക്കപ്പെടുന്നു. ഞാൻ എങ്ങനെ സാക്ഷിയായി നിലകൊള്ളുന്നു എന്ന് കവിത കാണിച്ചു തരുന്നു. എല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്. വസ്തുവും നിഴലും ഒരുപോലെ ദൃശ്യവുമാണ്. എന്നാൽ ഇതിലൊന്ന് യഥാർത്ഥത്തിൽ ഇല്ലാത്തതുമാണ്. ദൃശ്യതയുടെ മായാക്കാഴ്ചകളിലൂടെ പ്രപഞ്ച സത്യബോധ തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഈ വരികൾ. ഇതുപോലെ ശബ്ദം എന്ന കവിതയും ഈ രഹസ്യത്തെ അനാവരണം ചെയ്യുന്നുണ്ട്. ശരീരത്തിലൂടെ ചിത്തവും ബ്രഹ്മവും ശൂന്യതയും കടന്ന് ശബ്ദത്തിലെത്തി അവിടെ കവി എന്ന ആത്മാന്വേഷി അവനവനെ സ്വയം തിരയുന്നു. ശബ്ദത്തിനു മുമ്പേ വരകൾ ഉണ്ടായെന്നും ഈ കാണുന്നതെല്ലാം വരകളുടെ ചലനങ്ങളാണ് എന്നുമുള്ള രഹസ്യങ്ങൾ വരകൾ നടക്കുമ്പോൾ എന്ന കവിതയിലൂടെ പറയുന്നുണ്ട്. ഞാൻ ഇല്ലാതാകുന്നവൻ അറിഞ്ഞിടുന്നു സ്വയം, നീ ഇല്ലാതാകുന്നവൻ അറിവു മറ്റുള്ളവരെ. രഹസ്യം എന്ന പേരിൽ എഴുതിയ കവിതയാണത്. ഞാനെന്ന അഹംബോധം മറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്നത് ശരീരം മാത്രമല്ലെന്നും അതിനേക്കാൾ പൂർണ്ണമായ അനശ്വരമായ ഊർജമാണെന്നും അറിയാനാകുന്നതെന്നും നീ എന്ന വേർതിരിവില്ലാതാകുമ്പോൾ മറ്റുള്ളവനും അവനവനും ഒന്നു തന്നെയാണെന്ന വെളിവും ലഭ്യമാകുന്നു എന്ന വലിയ പ്രപഞ്ച രഹസ്യമാണ് ഈ വരികളിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അനൽ ഹക്കിന്റെ അനുഭവ സാക്ഷ്യം. ഇതേ കവിതയിൽ ശൂന്യത്തിൻ രഹസ്യത്തെ അറിവൂ വിദ്യാശൂന്യൻ എന്ന് പറയുമ്പോൾ ഷംസ് തബ്രീസിയും റൂമിയും തമ്മിലുള്ള ആദ്യ സമാഗമം ഓർക്കാതെ വയ്യ. ലോകം ആദരിക്കുന്ന സൂഫിയായ റൂമിയുടെ ആത്മീയ ഗുരുവായിരുന്നു ഷംസ് തബ്രീസി. ആദ്യമായി റൂമിയെ കണ്ടതും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സകല പുസ്തകങ്ങളും ഷംസ് ജലാശയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതുവരെ നേടിയ അറിവുകളെല്ലാം ഒഴിഞ്ഞ ഒരു പാത്രം പോലെ ആയവനെ ശൂന്യതയുടെ പരമ്പൊരുളിന്റെ ആത്മജ്ഞാനം പകരുവാനാകൂ എന്നതിനാലാണ് ഗുരുവായ ഷംസ് ശിഷ്യനായ റൂമിയോട് അങ്ങനെ ചെയ്തത്. ഒന്നും അറിയില്ലെന്നുള്ള അറിവാണ് അറിവിലേക്കുള്ള പടവ്. പ്രപഞ്ചത്തിലെ സൂക്ഷ്മസ്ഥലികൾ അറിയുവാൻ ഈ ശൂന്യത അനിവാര്യമാകുന്നു. സിദ്ധാന്തങ്ങളെക്കാൾ പ്രായോഗികമായ അനുഭവങ്ങൾക്കാണ് ഇവിടെ സ്ഥാനമെന്ന് കവിത പറയുന്നു. യുക്തിപൂർവമായ അറിവുകളെ കുടഞ്ഞു കളഞ്ഞ് ഹൃദയജ്ഞാനം നേടുക. ജ്ഞാനം അന്തസ്ഥമായവന് അത് ആർജിക്കേണ്ടതില്ല. അവൻ ഇത്തരത്തിൽ വിദ്യാശൂന്യനാകുന്നു. പ്രവാചകനെ പോലെ നിരക്ഷരൻ. പശുത്തൊഴുത്തിൽ പിറന്നവന് പാഠശാലകളിൽ പോകേണ്ട. ആകാശം എൻ്റെ പിതാവ്, സമുദ്രം എൻ്റെ മാതാവ്, കിളികളും വൃക്ഷങ്ങളും എൻ്റെ ഗുരുക്കൾ എന്ന് യേശുവിൻ്റെ മൊഴികളുണ്ട് യേശുവും കഴുതയും എന്ന കവിതയിൽ. സിദ്ധാർത്ഥനും അണ്ണാറക്കണ്ണനും എന്ന കവിതയിലാകട്ടെ പ്രജ്ഞ മനുഷ്യൻ കൊണ്ടുവന്നു, അതിലൂടെ ദുഃഖവും എന്ന് പറയുന്നു. സൂഫിസം തന്നിലേക്കുള്ള ആഴമേറിയ യാത്രയാണ്. ആ ആകാശപദം ഔന്നത്യത്തിൻ്റെതു തന്നെ. തികച്ചും വ്യതിരിക്തമായ കവാടങ്ങളാണ് ഇവിടെ തുറക്കപ്പെടുന്നത്. കവിതയിലാകട്ടെ പരേതർ സ്വപ്നഭാഷയിൽ മിണ്ടുന്നുവെന്നും
ഇല്ലാത്ത കൈകൾ കൊണ്ട് തലോടുന്നുവെന്നും ഇല്ലാത്ത ചുണ്ടിൽ ചിരികൾ കൊളുത്തുന്നുവെന്നും പറഞ്ഞു വെക്കുന്നു കവിത രൂക്ഷം. ഇത്തരത്തിൽ സാധാരണക്കാരന് അത്ഭുതകരമായ ഒരു തലത്തിൽ സ്പർശിച്ചുകൊണ്ട് സൂഫിസത്തെ എല്ലാ ഭാവത്തിലും ഉൾക്കൊള്ളുന്നു ഈ കവിതാ സമാഹാരത്തിലെ പല വരികളും. സൂഫിസത്തിന്റെ വഴികളിലുടനീളം നമുക്ക് പ്രണയം ദർശിക്കുവാനാകും. പ്രാണനടക്കം സർവവും സമർപ്പിക്കുന്ന നിസ്വത, വിരഹവേദനയിലും ആനന്ദം കണ്ടെത്തുന്ന മനസ്സ്. സൂഫികൾ പരമ്പൊരുളിനെ രഹസ്യമായി പ്രണയവാചനമായാണ് കാണുന്നത്. ദിവ്യതയുടെ ഏറ്റവും താഴത്തെ തലമാണ് പ്രണയം. പ്രണയത്തെയും അത് സൃഷ്ടിക്കുന്ന വേദനയെയും കുറിച്ച് കവി ഇങ്ങനെ എഴുതുന്നു: ഗായക, നീൻ ബാംസരിയായത് ഒരു വര, ആയതിൻ തുളകളിൽ നീറിയും ഉരുകിയും വീഴുവത് പോയൊരു ലോകത്തിൻ വിലാപമോ. ഒരു വരയിൽ നിന്നും മുളങ്കൂട്ടമായി പിന്നെ ബാംസരിയായി തീർന്ന ഓരോ പുല്ലാങ്കുഴലിന്റെയും വിലാപം മുളങ്കൂട്ടത്തിൽ നിന്നും വേർപ്പെട്ട അതിന്റെ വിരഹവേദനയാണെന്നും അതിനോടുള്ള ആ സത്തയോടുള്ള തീവ്രാനുരാഗമാണെന്നുമാണ് ഇവിടെ പറയുന്നത്. ഹേ പ്രണയമേ, കണ്ണുപൊത്തി നീ നടത്തുന്നു ഗൂഢമായി വളവുറ്റ പാതകളിലൂടെന്നെ. പ്രണയത്തിന്റെ പാതകളിൽ ഏതൊരാളും അന്ധനാകുന്നു, രഹസ്യങ്ങളുടെ കൂടാരമാകുന്നു, അതിസാഹസികനാകുന്നു. അതുവരെ ഇല്ലാത്ത വികാരങ്ങളും ചിന്തകളും പുതിയ മനസ്സും പ്രകൃതിയും പ്രപഞ്ചവും അയാളുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. എല്ലാം പുതിയതുപോലെ തോന്നുന്നു. ഹേ പ്രണയമേ എന്ന കവിത മുഴുവനായും പ്രണയത്തിന്റെ അനന്തമായ, ആശ്ചര്യദായകമായ, ആത്മാവുമായി ബന്ധിതമായ അതീന്ദ്രിയ അനുഭൂതികളുടെ തീരത്തിലേക്ക്, ദിവ്യാനുരാഗത്തിന്റെ പടവുകളിലേക്ക്, നിത്യതയിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഇല്ല വരില്ലിനി എന്ന കവിതാ സമാഹാരത്തിലെ ഓരോ കവിതകളും ഓരോ തേങ്ങലുകളാണ്. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആനന്ദങ്ങളും ഇവയ്ക്ക് രണ്ടിനുമിടയിലെ ആശ്ചര്യങ്ങളും ചേർത്ത് അദൃശ്യ ദർശനങ്ങളും അതീന്ദ്രിയാനുഭൂതികളും കവിതകളിൽ പലയിടത്തും പൂത്തുനിൽക്കുന്നു. സൂഫിസത്തിന്റെ അനുഭൂതിയിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി റജില. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി ശ്രീമതി മെഹറൂസ് പ്രമാദിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സച്ചിദാനന്ദം കാവ്യോത്സവത്തിലെ സച്ചിദാനന്ദൻ്റെ കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കേവലം ഒരു പ്രബന്ധാവതരണമായി കാണരുത്. ടി മാധവിക്കുട്ടിയാണ് ഇന്നിവിടെ ഇപ്പോൾ പ്രബന്ധം അവതരിപ്പിച്ചത്. ഒരു ടീമിൻ്റെ മാസങ്ങളായുള്ള കഠിന പ്രയത്നം, 50ഓളം പ്രബന്ധങ്ങൾ, അതിൽ നിന്ന് 2 മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ടീം മാധവിക്കുട്ടിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടി ഇവിടെ പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ട റജില ഷെറിനും റീബ ടീച്ചർക്കും സ്വാഗതം ആശംസിച്ച സുധീഷ് ചന്ദ്രൻ സഖാവിനും സുരേഷ് മാഷ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രബന്ധം കേട്ടിരുന്ന നിങ്ങൾക്കേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പരിപാടിയിലേക്ക് ഏറ്റവും അവസാനത്തെ ഒരു സെഷൻ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് ക്ഷമാപൂർവ്വം എല്ലാവരും കേൾക്കണം. ടി മുലനയുടെയാണ് പരിപാടി അല്ലേ? അതിൻ്റെ വിശദാംശങ്ങൾ പറയും. അത്ര കൂടി കേട്ടിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് ഗസലിനിരിക്കാം. ഗസലവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും അതുകൂടി ഒന്ന് കേട്ടിരിക്കാം. കാവ്യസമീക്ഷ 5 ഈ സെഷനിലേക്ക് സ്വാഗതം പറയുന്നതിനായി ശ്രീ വിനോദ് എടതിരിഞ്ഞി, അധ്യക്ഷത വഹിക്കുന്നതിനായി ശ്രീ KG കണ്ണൻ, പ്രബന്ധാവതരണത്തിനായി ശ്രീ ചാക്കോടി അന്തിക്കാട്,